ഇനി തിരുവനന്തപുരത്തേക്ക് വരാം. ശംഖുമുഖത്ത് 3 ബലിത്തറകളാണ് നേരത്തെ ഒരുക്കിയിരുന്നത്. ഒട്ടേറെ ആളുകൾ ഇവിടെയും ബലിതർപ്പണത്തിനായി എത്തി. കടലേറ്റമുള്ളതിനാൽ ചടങ്ങുകൾ കടലിലേക്ക് ഇറങ്ങി പൂർത്തിയാക്കാനുള്ള അവസരമില്ല. പുലർച്ചെ 2 മണി മുതൽ തന്നെ ശംഖുമുഖത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഒരു പൂവെടുത്ത് നിങ്ങളുടെ പിതൃ അല്ലെങ്കിൽ പിതൃക്ക പീഠത്തിലിരിക്കുന്നതായി സങ്കല്പിച്ച് അതിന് 3 പ്രാവശ്യം ഒഴുകുക. തിരുവനന്തപുരം ശംഖുമുഖത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഓരോ കൗണ്ടറുകളിലായി, അതായത് 3 ദർപ്പണ കല്ലുകളാണ്, അതായത് ബലിക്കല്ലുകളാണ്. 3 ബലിക്കല്ലുകളാണ് ഇവിടെ ഉള്ളത്, ശംഖുമുഖത്തുള്ളത്. ഇവിടെ തന്നെ ഈ കടപ്പുറത്തിന് സമീപ പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അധികം കാത്തു നിൽക്കാതെ അവരെ ചടങ്ങുകളിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നു. ഈ ബലിതർപ്പണം അർപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് മടങ്ങാൻ കഴിയുന്നു എന്നുള്ള ഒരു പ്രത്യേകത ശംഖുമുഖത്തെ സംബന്ധിച്ച് ഇവിടെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചടങ്ങ് പൂർത്തിയാക്കി ഇവിടേക്ക് എത്തുന്നവർക്ക് കടലിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. കാരണം തീരശോഷണം അല്ലെങ്കിൽ തീരത്തിലേക്ക് കടൽ കൂടുതൽ കയറി വരികയാണ്. അതുകൊണ്ട് അവർക്ക് കടലിൽ ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ കഴിയില്ല. മറിച്ച് ഇവിടെ ഒരു വേലി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വേണം ഇവർക്ക് ഇല അപ്പുറത്തേക്ക് ഇടാൻ. എന്തായാലും ചടങ്ങ് പൂർത്തിയാക്കി ആളുകൾ പോവുകയാണ്. അമ്മ ഇവിടെ വലിയ തിരക്കുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ എന്തായാലും പൂർത്തിയാക്കി മടങ്ങുകയാണ്. മരിച്ച പിതൃക്കൾക്ക് ബലിയിടുക എന്നുള്ളതിന് അവർക്കും മോക്ഷം കിട്ടും, നമ്മുടെ കുടുംബത്തിനും മോക്ഷം കിട്ടുന്ന രീതിയിലുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റേതായതുകൊണ്ട് ഒരുപാട് സമയം ശരിക്കുമുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ കർമ്മം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. 3 കൗണ്ടറുകളിലായി നിരവധി ആളുകളാണ് രാവിലെ മുതൽ ഇവിടെ, ഏതാണ്ട് പുലർച്ചെ 2 മണി മുതൽ ഉച്ചവരെ ഇത് ചെയ്യാനുള്ള അവസരമുണ്ട്, ബലിതർപ്പണം നടത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും ഭക്തജനങ്ങൾ, അത്ര 100 കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമാകുകയാണ്. നെല്ലിമുരുകനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.